അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികൾ അതല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് അവരുടെ വിശ്വാസത്തിനാണ്. ജീവനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കണം സത്യവിശ്വാസത്തിന്. സത്യവിശ്വാസത്തെ അതല്ലെങ്കിൽ ഈമാനിനെ ദുർബലപ്പെടുത്തുന്നതോ അതിന് കളങ്കമുണ്ടാക്കുന്നതോ ആയ എല്ലാ ആചാരങ്ങളിൽ നിന്നും അതല്ലെങ്കിൽ ആ നിലക്കുള്ള എല്ലാ വിശ്വാസ ആചാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടവനാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസി. അവനവന്റെ ജീവനേക്കാൾ കാത്തു സൂക്ഷിക്കേണ്ട ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം. ഈ ലോകത്തേക്ക് നിയോഗിതരായ എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ സമുദായങ്ങളോട് ആദ്യമായി പ്രബോധനം ചെയ്ത, അവരെ ആദ്യമായി വിളിച്ച കെലിമത്താണ്, അതല്ലെങ്കിൽ അവരെ ആദ്യമായി ക്ഷണിച്ചത് ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കെലിമത്തിലേക്കാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആധാരശിലയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത്. മുസ്ലിമിനെയും അമുസ്ലിമിനെയും വേർതിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലായാണ്. അതുപോലെ തന്നെ ഇസ്ലാമിനെയും ഇതര മതങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നത്, അവ തമ്മിലുള്ള വ്യത്യാസം ലാ ഇലാഹ ഇല്ലല്ലായാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ലോകത്തും നാളെ പാരത്രിക ലോകത്തും അവന്റെ രക്ഷയുടെ മാനദണ്ഡമാണ് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ വചനത്തിന്റെ മഹത്വം എത്രയാണെന്ന് മനസ്സിലാകണമെങ്കിൽ മഹാനായ മൂസ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഹദീസുകളിൽ നമുക്ക് കാണാം. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു, അള്ളാഹുവേ, നിന്നെ ഓർക്കുവാനും നിന്നോട് ദുആ ചെയ്യുവാനും എനിക്ക് നീ ഒരു കെലിമത്ത് പഠിപ്പിച്ചു തരണമേ അല്ലാഹ്. ആ സമയത്ത് അള്ളാഹു മൂസ അലൈഹിസ്സലാമിനോട് മറുപടി പറഞ്ഞു, യാ മൂസ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാ. മൂസ, നീ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ മതി. മഹാനായ മൂസ അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവേ, നിന്റെ എല്ലാ ദാസന്മാരും ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നുണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. നീ മാത്രമാണ് ആരാധ്യനെന്നും നിന്നെ അല്ലാതെ വേറൊരാളെയും ആരാധിക്കാൻ പാടില്ലെന്നുമുള്ള യാഥാർത്ഥ്യം ഞാൻ അംഗീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നമാ ഉരീദു യഖുസ്സുനി ബിഹി, എനിക്ക് മാത്രം പ്രത്യേകമായ ഒരു ദിക്റാണ്. അതുകൊണ്ട് എനിക്ക് മാത്രം പ്രത്യേകമായ നിന്നെ ഓർക്കാനും നിന്നോട് ദുആ ചെയ്യാനുമുള്ള ഒരു ദിക്ർ എനിക്ക് പഠിപ്പിച്ചു തരണമേ എന്ന്. അപ്പോഴും മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന ലാ ഇലാഹ ഇല്ലല്ലാ തന്നെ നീ പറഞ്ഞു, അത് മതി. എന്നിട്ട് മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നു, യാ മൂസ, മൂസ, നീ മനസ്സിലാക്കണം, ലൗ അന്ന സമാവാതി സബ്അ, 7 ആകാശങ്ങളും വആമിറഹുന്ന ഗൈരി, ആ 7 ആകാശങ്ങളിൽ ഞാൻ ഒഴികെയുള്ള മറ്റെല്ലാ വസ്തുക്കളും, വൽ അർളീന സബ്അ, 7 ഭൂമികളും, ഫീ കിഫത്തിൻ, ഒരു തുലാസിന്റെ തട്ടിൽ വെച്ചു എന്ന് നീ സങ്കല്പിക്കുക. വലാ ഇലാഹ ഇല്ലല്ലാ ഫീ കിഫത്തിൻ, മറുതട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലയും വെക്കുക. എങ്കിൽ മാലത്ത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ പരിശുദ്ധ കെലിമത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാകുന്നത്. ഈ പ്രപഞ്ചത്തെ പോലും അതിജയിക്കുന്ന ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാ നാം അറിയണം, നാം പഠിക്കണം, അതിന്റെ ആശയം എന്താണെന്നറിയണം, ലാ ഇലാഹ ഇല്ലല്ലയുടെ പൊരുളറിയണം. ആ ലാ ഇലാഹ ഇല്ലല്ലാ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ടിയാണ് രാവിലെയും വൈകുന്നേരവുമൊക്കെ പഠിപ്പിക്കപ്പെട്ട ദിക്റുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പ്രഭാത പ്രദോഷങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളിൽ നമുക്ക് ഈ ദിക്ർ കാണാം. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലയെ സംബന്ധിച്ച് നീ പഠിക്കണം, മനസ്സിലാക്കണമെന്ന്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ പഠിച്ച് അതിന്റെ പൊരുളറിഞ്ഞ് ജീവിച്ചെങ്കിലേ ആ കെലിമത്ത് ഉരുവിട്ടുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് സത്യവിശ്വാസികൾ അതിന്റെ മഹത്വം അറിയുകയും
അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അതിൻ്റെ ആദർശം പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സർവ്വലോക രക്ഷിതാവായ അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.